എല്ലാവർക്കും സ്വാഗതം. ഓണം സ്പെഷ്യലിലെ ഇന്നൊരു വിഭവം ഉണ്ടാക്കുകയാണ് അവിയൽ. അപ്പോൾ നമുക്ക് അവിയൽ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഒരു 150 ഗ്രാം ചേന, ഒരു വാഴയ്ക്ക, കുറച്ച് പയറ്, ബീൻസ്, കയ്പയ്ക്ക, പടവല എന്നിവ കഷ്ണങ്ങളാക്കി വയ്ക്കുക. കുറച്ച് കുമ്പളങ്ങയും കഷ്ണങ്ങളാക്കുക. ഒരു മുരിങ്ങക്കായും, എല്ലാം ഒരു ക്യാരറ്റ്, എല്ലാം ഒരു ഇഞ്ച് കനത്തിൽ അവിയലിൻ്റെ പാകത്തിൽ മുറിച്ച് വയ്ക്കുക. എല്ലാം ഒരു പാത്രത്തിൽ ഇട്ട് ചേർക്കുക. എല്ലാ കഷ്ണങ്ങളും ഒരേ നീളത്തിലും കനത്തിലും ആവാൻ ശ്രമിക്കണം. അങ്ങനെ മുരിങ്ങക്കായും വാഴയ്ക്കും ക്യാരറ്റ്, ചേന, കുമ്പളങ്ങ, പയറ്, ബീൻസ് അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ചേർത്ത് ഒന്നിളക്കി കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇടുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഉപ്പും മുളകും മഞ്ഞളും പുളിയും എല്ലാം ചേർത്ത് ഇളക്കി കൊടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഈ സമയം ഒരു മിക്സിയുടെ ജാറിൽ 1 തേങ്ങ ചിരകിയതും 6 പച്ചമുളകും 1 ടീസ്പൂൺ ജീരകവും 3 ചെറിയ ഉള്ളിയും ചേർത്ത് ചതച്ച് വയ്ക്കുക. നന്നായി അരയരുത്, ചതച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ എന്തായി നോക്കാം. എല്ലാം ആ പുളിവെള്ളത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ചാറ് കുറുകി വരുന്നത് വരെ നമുക്ക് അടച്ച് വേവിക്കാം. ഇപ്പോൾ ചാറ് കുറുകി വന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ടായിരിക്കും. ഈ സമയം നമ്മൾ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കഷ്ണങ്ങളിലെല്ലാം പുളി പിടിക്കുന്ന രീതിയിൽ എല്ലാം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ജീരകവും പച്ചമുളകും ഉള്ളിയും തേങ്ങയും കൂടി ചേർത്ത് ചതച്ച തേങ്ങ നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുത്തി വയ്ക്കുക. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കുത്തി വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് വെച്ച് കൊടുത്ത് ആവി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ആ വെളിച്ചെണ്ണയുടെ മണവും കറിവേപ്പിലയുടെ മണമെല്ലാം ചേർന്ന് അവിയലിൽ നല്ലൊരു മണമായിരിക്കും കിട്ടുക. അത് ചേർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇത് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻസും അറിയിക്കാൻ മറക്കരുത്. ബൈ.